പുരുഷന്മാരുടെ കഥയാണ് ഈ ചരിത്രം എന്ന് വാദിക്കുന്ന കുറേയധികം മണ്ടന്മാർ, ആ മണ്ടന്മാരുടെ ഒരു പ്രതിനിധികളാണ് അവിടെ ഉള്ളത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ വാഴ 3യുടെ ഈ അനൗൺസ്മെൻറ്റ് വിപിൻ ദാസ് നടത്തിയത് ഞാൻ കണ്ടു, അതിൻ്റെ അടിയിലെ കമൻസും വായിച്ചു. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല അത് ഭയങ്കരമായ നെഗറ്റീവ് കമൻസാണ് അതിൽ വന്നത് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചധികം ആൾക്കാർ, അതെല്ലാ സൊസൈറ്റിയിലും ഉണ്ടാവില്ല, സ്ത്രീ വിരുദ്ധരായ ആൾക്കാർ അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ കൂടുതൽ ആളുകൾ അതിനെ സന്തോഷത്തോടെ ആവേശത്തോടെ വരവേൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചാൻസ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചേട്ടനെ വിളിക്കട്ടെ എന്ന് രാത്രി കൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് അതൊരു പോസിറ്റീവ് വൈബാണ് അത് ഉണ്ടാക്കിയിട്ടുള്ള കമൻറ്റ് ബോക്സ്. പക്ഷേ അതിലുണ്ട് ഈ പറയുന്നത് പോലെ എന്ത് കഥയാണ് ഇവരുണ്ടാക്കുന്നത്, വീട്ടിലിരുന്ന് തിന്നു തീർക്കുന്ന പെണ്ണുങ്ങൾ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അതായത് സ്ത്രീകളല്ല ഈ ലോകം ഉണ്ടാക്കിയത്, പുരുഷന്മാരാണ് എന്ന് വാദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ അത്തരം വാദങ്ങൾക്ക് കുറേ കൂടി എക്കോ ചേമ്പറുകൾ ഉണ്ടാകുന്നുണ്ട്, കുറേയധികം ആളുകൾ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ആ കമൻറ്റ് ബോക്സിൽ കാണുന്നത്. അപ്പോൾ സ്ത്രീകൾ ഈ ലോകം ഉണ്ടാക്കിയിട്ടില്ല, സ്ത്രീകളല്ല പുരുഷന്മാരാണ് ലോകം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള വാദമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അവർക്കാണ് കഥകളുള്ളത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്റോറി എന്നാണല്ലോ പറയാറ്. അതുപോലെ പുരുഷന്മാരുടെ കഥയാണ് ഈ ചരിത്രം എന്ന് വാദിക്കുന്ന കുറേയധികം മണ്ടന്മാർ, ആ മണ്ടന്മാരുടെ ഒരു പ്രതിനിധികളാണ് അവിടെ ഉള്ളത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സ്ത്രീകളുടെ കഥ ആളുകൾ ആസ്വദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഓം ശാന്തി ഓശാന പ്രേമത്തിൻ്റെ ഒരു ഫീമെയിൽ വേർഷനാണ് പ്രേമം സിനിമയുടെ, അല്ലേ? പ്രേമം ഒരു മെയിൽ ഓറിയൻറ്റഡ് പടമാണെങ്കിൽ അതിനൊരു ഫീമെയിൽ പടമാണോ, അത് ആളുകൾ നന്നായി ആസ്വദിച്ചില്ല, അത് ഹിറ്റായില്ലേ പടം. അപ്പോൾ സ്ത്രീകളുടെ പ്രണയം, സ്ത്രീകളുടെ ജീവിതം, സ്ത്രീകളുടെ കരിയർ, സ്ത്രീകളുടെ ഡൈലമാസ്, ഇതൊന്നും ആൾക്കാർ കാണില്ല, ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളത് മണ്ടത്തരാണ്. അങ്ങനത്തെ സിനിമകളൊക്കെ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്, ആളുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജയ എന്താ വിപിൻ്റെ തന്നെയാണ്. അതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് പടമല്ലേ? അത് കാണുന്നതിൽ, അത് ആസ്വദിക്കുന്നതിൽ ആരെങ്കിലും ഇതിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതൊരു വോക്ക് മൂവിയാണെന്ന് ആരെങ്കിലും പറഞ്ഞു? ഇവിടെ പറയുന്നത് വോക്ക് പടമായിരിക്കും, അത് ഞങ്ങൾ കാണില്ല എന്നാണ് ഇമാർ പറയുന്നത്. അതൊരു വോക്ക് പടമാണെന്നല്ല ആരോപിച്ചോ? അത് നമ്മൾ എൻജോയ് ചെയ്തില്ലേ? നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അത്. അപ്പോൾ ഈ എല്ലാ സമൂഹത്തിലും എല്ലാ കാലത്തും കുറച്ച് പേര് അങ്ങനെ ഉണ്ടാവും. അവരുടെ പ്രതിനിധികളാണ് കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടത്.